നമസ്കാരം. ഞങ്ങളിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു 100 വർഷത്തോളം പഴക്കമുള്ള കോണത്ത് ദേവീക്ഷേത്രം, അതായത് കേരളപുരം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ എത്തിയാൽ നമ്മുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ആ അമ്പലം ഞങ്ങൾ പുനർനിർമ്മിച്ചു. 1 കോടി രൂപയോളം ചിലവാക്കി പുനർനിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനവും സമർപ്പണവുമായിട്ട് സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ഈ അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റ് ഗോപിനാഥൻ പിള്ള, അനിൽകുമാർ വിശാഖം വൈസ് പ്രസിഡൻ്റാണ് ഇദ്ദേഹം സെക്രട്ടറി ശ്രീകാന്ത് ശ്രീയില്ലം, ജോയിൻറ്റ് സെക്രട്ടറി ഷികേഷ്, അങ്ങ് അറ്റത്തിരിക്കുന്ന ആൾ ജോയിൻറ്റ് സെക്രട്ടറി ഷികേഷ്, ഇത് ട്രഷറർ ഗോകുമാർ, ഇത് താലൂക്ക് യൂണിയൻ പ്രതിനിധി മിസ്റ്റർ ദിലീപ്. ദേവപ്രശ്ന വിധി പ്രകാരം അമ്പലം പുനർനിർമ്മിക്കുക എന്നത് അനിവാര്യമായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. ഏകദേശം 2021 ജൂലൈ മാസം 17-ാം തീയതി നമ്മളിതിൻ്റെ പണി ആരംഭിക്കുകയും വളരെ പെട്ടെന്ന്, വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമ്മളിതിൻ്റെ പണി പൂർത്തീകരിക്കുകയും 2024 ഫെബ്രുവരി 28 ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ പണി പൂർണ്ണതയിലെത്തുകയും ചെയ്തു. അതനുസരിച്ച് നമ്മളിത് സമർപ്പണം എന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അമ്പലം സമർപ്പിക്കുന്നത് നമ്മളെ തന്ത്രി വിഷ്ണുദത്തൻ നമ്പൂതിരിയാണ്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഗോകുമാർ, താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റ് ഗോകുമാർ, NSS ഡയറക്ടർ ബോർഡ് അംഗമാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ശില്പി എന്ന് പറയുന്നത് കാവനാട് രഘുസാറാണ്. ദേവജ്ഞൻ എന്ന് പറയുന്നത് താമരശ്ശേരി വിനോദ് പണിക്കരാണ്. മാർച്ച് മാസം 15-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ ഇതിൻ്റെ ഈ പൂജാതി കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാർച്ച് മാസം 22-ാം തീയതി രാവിലെ 9:40 കഴിഞ്ഞ് 11:45 ഇത് പ്രതിഷ്ഠിക്കുന്നു. ഏകദേശം 100 വർഷത്തിൽപ്പുറം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. 3 കരകളുടെ ഒത്ത നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 കരകളുടെ ഒത്ത നടുക്കായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്ര സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് 7 ദിവസത്തെ ചടങ്ങുകളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. 8 ദിവസത്തെ ചടങ്ങുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ അതിൻ്റെ ഉദ്ഘാടനമാണ്. ആദ്യത്തെ ദിവസത്തെ ചടങ്ങാണ്. 22-ാം തീയതിയാണ് അതിൻ്റെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പ്രതിഷ്ഠാകർമ്മം നടത്തപ്പെടുന്നത്. ഈ പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ഭാഗമായി ഭദ്രദീപം തെളിയിക്കുന്നത് ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ്. കോണത്ത് ദേവീക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ജാതി, മതം, വർഗം ഇതിനൊന്നിനും സ്ഥാനമില്ലാത്ത ഒരു ക്ഷേത്രമാണ് കോണത്ത് ദേവീക്ഷേത്രം. ഈ ദേവീക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഞങ്ങളെ നോട്ടീസിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന സഭയിൽ ഞങ്ങൾ ചികിത്സാ സഹായ വിതരണം എന്ന് പറഞ്ഞ പുതിയൊരു പാക്കേജ് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൻപുറത്തെ നിർധനരായ 2-3 പേരെ കണ്ടെത്തി അവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്നുണ്ട്. ഈ ചികിത്സാ ധനസഹായം നൽകുന്നത് SNDP ട്രഷറർ കൂടിയായ, സംസ്ഥാന ട്രഷറർ കൂടിയായ ജയദേവൻ ഡോക്ടറാണ്. ഈ ചടങ്ങിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ മണികണ്ഠൻ, ഡോക്ടർ ജെ മണികണ്ഠൻ ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ സൂചിപ്പിക്കാനുള്ളത്, ഉദ്ഘാടന ചടങ്ങ് ഗോപകുമാർ സാറിനോടൊപ്പം വിശിഷ്ട അതിഥിയായി എത്തുന്ന, നമുക്കേവർക്കും അറിയാവുന്ന അലക്സാണ്ടർ ജേക്കബ് അവറുകളാണ്. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് അവറുകളാണ് മുഖ്യ അതിഥിയായി എത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ, ഈ പ്രതിഷ്ഠാകർമ്മത്തോടൊപ്പം തന്നെ ഉത്സവവും കൊണ്ടാടുന്നുണ്ട്. ഉത്സവത്തിൻ്റെ ഭാഗമായി ഗാനമേളയും, 2 ദിവസത്തെ ഗാനമേളയും അതിനുശേഷം മറ്റ് കലാപരിപാടികളും വനിതാ സമാജം ഉൾപ്പെട്ടിട്ടുള്ള തിരുവാതിരയും ഉൾപ്പെടുന്നുണ്ട്. സമൂഹ പൊങ്കാല 24-ാം തീയതിയാണ് നടത്തപ്പെടുന്നത്. സമൂഹ പൊങ്കാല 24-ാം തീയതി ഞായറാഴ്ചയാണ് സമൂഹ പൊങ്കാല നടത്തപ്പെടുന്നത്. കോണത്ത് ദേവീക്ഷേത്രം നമ്മൾ തറക്കല്ലിടുന്നത് 16 ജൂലൈ 2021 ഇതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത്രയും ഷോർട്ട് പീരീഡിൽ നമുക്ക് ഈ അമ്പലം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതൊരു വൻ വിജയം ആയി നമ്മൾ കാണുന്നു. എന്ന് വെച്ചാൽ നാട്ടുകാരുടെയും മൊത്തത്തിലുള്ളൊരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഒരു ചുരുങ്ങിയ കാലയളവിൽ ഈ 2021 2.5 വർഷം കൊണ്ടൊരു ക്ഷേത്രം 1 കോടി രൂപ ചിലവൊരുക്കി പണിയാൻ കഴിഞ്ഞതൊരു വൻ വിജയമായാണ് നമ്മൾ കാണുന്നത്. അതിലുപരി ബാക്കിയുള്ള കാര്യങ്ങൾ പ്രസിഡൻറ്റും ദിലീപന്മാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് കൂടുതൽ വിശാലമാകുന്നതും നിങ്ങൾ കൂടെയാണ്. വളരെ ചെറിയൊരു തുടക്കത്തിൽ ഒരു ചെറിയ അമ്പലമായിരുന്നു, അത്
പരമേശ്വര മേനോൻ അദ്ദേഹം ആദ്യം ദേവപ്രശ്നം നടത്തി 2 ശ്രീകോവിലുകളോടുകൂടി തുല്യ പ്രാധാന്യമുള്ള ദുർഗയും ഭദ്രയും പ്രതിഷ്ഠിച്ച് പൂജാതി വിധിപ്രകാരം പൂജാകർമ്മങ്ങൾ നടന്നു വരവേ ഉണ്ടായ ചില വിശ്വാസ അനുഷ്ഠിതമായ കാര്യങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ അന്ന് നാട്ടിലെ കുറേ ആൾക്കാർ ഇതിൻ്റെ സംഘാടകരെന്ന നിലയിലും ഇതിൻ്റെ ഭാരവാഹികൾ എന്ന നിലയിലും ഒരു പുതിയ ദേവപ്രശ്നം അനിവാര്യമാണെന്ന് തോന്നി അതിലേക്കെത്തുന്നത്. അതുവഴി ദേവജ്ഞനായ ശ്രീ താമരശ്ശേരി വിനോദ് പണിക്കർ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഒരു പുതിയ ക്ഷേത്രം എന്ന സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുന്നത്. സ്വാഭാവികമായും ദുർഗയും ഭദ്രയും തുല്യ പ്രാതിനിധ്യത്തോടുള്ള ഒരു ദേവസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളെ അങ്ങനെയുള്ളൂ. അങ്ങനെ ഒരു സ്ഥാനത്തിൽ നിന്നൂടെ തുടങ്ങി ബഹുമാനപ്പെട്ട നമ്മളുടെ ക്ഷേത്രം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗോപിനാഥൻപിള്ള, ശ്രീകാന്ത്, അനിൽകുമാർ വിശാഖം, ശികേഷ്, അതേപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും പേര് പറയുന്നത് ഇന്നിപ്പോൾ വന്നവരുടെ പേരേ പറയുന്നുള്ളൂ. അതേപോലെ അവരുടെ എല്ലാവരുടെയും നിസ്തുലമായ സേവനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും അതേപോലെ നമ്മളുടെ ഭക്തജനങ്ങളുടെ എല്ലാം മനസ്സറിഞ്ഞ സഹായ സാധനങ്ങൾ കൂടെയാണ് ഇന്ന് ഞങ്ങൾ ഇതിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും കൂടെ കടപ്പെട്ടിരിക്കുന്നത് 2 ഭഗവതിമാരോടുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഭക്തജനങ്ങളോടാണ്. അപ്പം ആ രീതിയിലൊരു അമ്പലം പണി കഴിപ്പിച്ച് ഇന്ന് സമൂഹത്തിന് ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കേണ്ട ഒരു ചുമതല ആണ് ഞങ്ങൾ ഈ സമയം ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അത് സന്തോഷകരമായി നിങ്ങൾ ഏറ്റെടുത്തതിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാധുക്കളായ മനുഷ്യരുടെ ആശയും ആവേശവും അതുപോലെ തന്നെ ഭക്തി നിർഭരമായ രീതിയിലുള്ള എല്ലാ ചടങ്ങുകൾക്കും ഒരുമിച്ച് നിന്ന് എല്ലാ ഭക്തർക്കും ഭഗവതിമാരുടെ അനുഗ്രഹം വാരിച്ചൊരിയുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ബൃഹത്തായ ഒരു പുനഃപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രം പണിയിലേക്ക് നമ്മൾ ആരംഭിക്കുമ്പം നമ്മുടെ മുന്നിൽ ശൂന്യമായ കൈകളിലും അതേപോലെ കുറച്ച് ആത്മാർത്ഥതയോടുള്ള നമ്മുടെ സഹപ്രവർത്തകരുമായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തായിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഈ ക്ഷേത്രം വളരെ ഗംഭീരമായി വളരെ നന്നായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാ ഭക്തജനങ്ങളോടും നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ചവർ വളരെ ആധികാരികമായി ക്ഷേത്രത്തിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സമീപത്തുള്ള ഏതൊരു ക്ഷേത്രത്തെ അപേക്ഷിച്ച് നോക്കിയാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് 3 വർഷത്തിനകത്ത് മാത്രമാണ് ഞങ്ങൾ ഈ ക്ഷേത്രം പണിക്ക് വേണ്ടി ഞങ്ങൾ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ സമീപത്ത് ഏത് ക്ഷേത്രം നോക്കിയാലും നമുക്കെല്ലാം അറിയാം 5 വർഷം 6 വർഷം അതിൽ കൂടെ ഒരുപാട് സമയമെടുത്താണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ആ നേതൃത്വം നൽകുന്നവരുടെ ഒരു ചിട്ടയായ രീതിയിൽ കാര്യങ്ങൾ നടന്നുപോയി എന്നുള്ളതാണ് എനിക്കതിനകത്ത് എടുത്തു പറയാനുള്ളത്. എല്ലാ കമ്മിറ്റിക്കാരെയും ഒരേ കണക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊരു വലിയ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്.